ഇനി പപ്പായ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണേ. ഞാൻ ഒരു കപ്പ് പപ്പായയാണ് ഞാനിവിടെ എടുത്തേക്കണത്, പഴുത്ത പപ്പായ. ഞാനിതിവിടെ പപ്പായ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനൊരു കപ്പ് പപ്പായ എടുത്ത് കട്ട് ചെയ്തത് ജാറിലേക്ക് ഇട്ടേക്കുന്നത്. അടിച്ചെടുത്ത പൾപ്പിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഷുഗറിന് പകരം ആഡ് ചെയ്യണത് മിൽക്ക് മെയ്ഡാണ്. ഇത് പപ്പായയുടെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരാൻ വേണ്ടിയാണ് മിൽക്ക് മെയ്ഡ് ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണത്. ഇനി പപ്പായ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണേ. ഇത് നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് കേട്ടോ പപ്പായ ജ്യൂസ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പഴുത്ത പപ്പായയും എത്ര ഗ്ലാസ് വേണമെന്നോ അതിനനുസരിച്ചുള്ള പപ്പായയും മിൽക്ക് മെയ്ഡും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വേണമെങ്കിൽ പാലും ആഡ് ചെയ്യുക. ഞാനിവിടെ പാൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് പപ്പായ ജ്യൂസ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.